ഇന്നത്തെ വീഡിയോയിൽ മലപ്പുറത്തെക്കുറിച്ച് പറയുകയാണ്. മലപ്പുറത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല മലപ്പുറമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ഏതാണ്? മലപ്പുറമാണ്. അതുപോലെ തന്നെ കുടുംബശ്രീ പദ്ധതി ആദ്യമായിട്ട് ആരംഭിച്ച ജില്ല മലപ്പുറമാണ്. കുടുംബശ്രീ ആദ്യമായിട്ട് ആരംഭിച്ച ജില്ല മലപ്പുറമാണ്. അക്ഷയ പദ്ധതി ആദ്യമായിട്ട് ആരംഭിച്ചത് എവിടെയാണ്? മലപ്പുറം. അക്ഷയ പദ്ധതി ആദ്യമായിട്ട് ആരംഭിച്ചത് എവിടെയാണ്? ആൻസർ മലപ്പുറമാണ്. അതുപോലെ തന്നെ ആട്യൻപാറ വെള്ളച്ചാട്ടം, കടലുണ്ടി പക്ഷി സങ്കേതം, ഇത് രണ്ടും എവിടെയാണ്? മലപ്പുറം ജില്ലയിലാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ സ്ത്രീധന നിരോധന ഗ്രാമപഞ്ചായത്ത് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? നിലമ്പൂര്. ഏതാണ്? നിലമ്പൂര്. അതുപോലെ കേരളത്തിലെ തേക്ക് മ്യൂസിയം എവിടെയാണ്? നിലമ്പൂരാണ്. കേരള തേക്ക് മ്യൂസിയം നിലമ്പൂർ. അതുപോലെ പറയുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ് തിരുമാന്താംകുന്ന് ക്ഷേത്രം. തിരുമാന്താംകുന്ന് ക്ഷേത്രം, കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം, മാമാങ്കം കൊണ്ടാടിയിരുന്ന തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രം. ഇവ മൂന്ന് ക്ഷേത്രങ്ങൾ, പ്രസിദ്ധമായ ഈ മൂന്ന് ക്ഷേത്രങ്ങളും സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? മലപ്പുറം ജില്ലയിലാണ്. കേരള ഗ്രാമീൺ ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? മലപ്പുറമാണ്. കേരള ഗ്രാമീൺ ബാങ്കിന്റെ ആസ്ഥാനം ചോദിച്ചാൽ ആൻസർ മലപ്പുറം. കേരള ഗ്രാമീൺ ബാങ്കിന്റെ ആസ്ഥാനം മലപ്പുറം. അതുപോലെ തന്നെ പ്രാചീന കാലത്ത് വെങ്കിടകോട്ട എന്നറിയപ്പെട്ടിരുന്നത് കോട്ടയ്ക്കലാണ്. കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല. കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല എവിടെയാണ്? മലപ്പുറത്താണ്. കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല മലപ്പുറം. അതുപോലെ കേരളത്തിലെ മെക്ക എന്നറിയപ്പെടുന്നു പൊന്നാനി മലപ്പുറം. കേരളത്തിലെ മെക്ക എന്നറിയപ്പെടുന്നു പൊന്നാനി മലപ്പുറം. ഭാരതപ്പുഴ മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ വെച്ചാണ് അറബിക്കടലിൽ പതിക്കുന്നത് കേട്ടോ. ഭാരതപ്പുഴ എന്ത് ചെയ്യുന്നു? മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ വെച്ച് എന്ത് ചെയ്യുന്നു? ഭാരതപ്പുഴ മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ വെച്ച് എന്ത് ചെയ്യുന്നു? അറബിക്കടലിൽ പതിക്കുന്നു. അതുപോലെ തന്നെ കേരളത്തിലെ മെക്ക എന്നറിയപ്പെടുന്നു. കേരളത്തിലെ മെക്ക ഏതാണ്? പൊന്നാനി മലപ്പുറമാണ്. കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ ഏക തുറമുഖം ഏതാണ്? പൊന്നാനിയാണ്. ഏതാണ്? പൊന്നാനിയാണ്. അതുപോലെ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ ജന്മദേശം എവിടെയാണ്? തുഞ്ചൻ പറമ്പ് മലപ്പുറം. അതുപോലെ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ സ്മാരകം, തുഞ്ചൻ സ്മാരകം എവിടെയാണ്? തിരൂർ മലപ്പുറം. മേൽപ്പത്തൂർ സ്മാരകം ചന്ദനക്കാവ് മലപ്പുറം. അതുപോലെ പൂന്താനമില്ലം എവിടെയാണ്? മലപ്പുറത്താണ്. പൂന്താനമില്ലം മലപ്പുറം. അതുപോലെ മലയാളം റിസർച്ച് സെന്റർ എവിടെയാണ്? തിരൂർ മലപ്പുറം. മലയാളം സർവകലാശാല എവിടെയാണ്? തിരൂർ മലപ്പുറം. കാലിക്കട്ട് സർവകലാശാല എവിടെയാണ്? തേഞ്ഞിപ്പാലം മലപ്പുറം. കാലിക്കട്ട് സർവകലാശാല തേഞ്ഞിപ്പാലം മലപ്പുറമാണ്. അതുപോലെ തന്നെ കോഴിക്കോട് വിമാനത്താവളം എവിടെയാണ്? കരിപ്പൂർ മലപ്പുറമാണ്. കോഴിക്കോട് വിമാനത്താവളം എവിടെ ചെയ്യുന്നു? കരിപ്പൂർ മലപ്പുറം. അതുപോലെ മലബാർ കലാപം നടന്ന ജില്ല ഏതാണ്? മലബാർ കലാപം നടന്ന ജില്ല മലപ്പുറം ജില്ലയാണ്.